Hi all, welcome to the class. Today we are going to discuss a small topic in the subject Mechanics of Machinery. We are discussing third module and it is the fifth part of my presentation. Today's topics are graphical cam profile with cycloidal motion and flat-faced follower. This is the last model of cam profile. The question is given as this is an example question. A cam is required to give a following motion to flat-faced follower. Follower to move outward 30 mm during 120 degree of cam rotation and follower to dwell for the next 60 degree of cam rotation. Follower to return to initial position during next 90 degree of cam rotation and follower to be dwell during last 90 degree of cam rotation. The minimum radius of cam is 40 mm. The line of stroke of follower is offsetted by 30 mm from axis of cam. The follower is to move outward with cycloidal motion and inward with uniform acceleration and retardation motion. Draw the profile of cam. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതണം. ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് അഥവാ ലിഫ്റ്റ് എത്രയാണ്. എല്ലാ ടൈമിലും ഈ പറഞ്ഞിരിക്കുന്ന ലൈനിൽ തരണം തന്നെ ഇത് തരണമെന്നില്ല. ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് തരാം. ദാറ്റ് ഈസ് 30 mm. ഔട്ട്വേർഡ് സ്ട്രോക്ക് 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പിന്നെയുള്ള നെക്സ്റ്റ് 60 ഡിഗ്രി ഡ്വെൽ പീരീഡാണ് തന്നിട്ടുണ്ട്. പിന്നെയുള്ള 90 ഡിഗ്രി റിട്ടേൺ സ്ട്രോക്കാണ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് 90 ഡിഗ്രി ഡ്വെൽ പീരീഡ് ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സ്കാമിൻ്റെ മിനിമം റേഡിയസ് അത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സിസ് സെൻറ്ററിലേക്ക് കൂടി അല്ല പോകുന്നത്, ഓഫ്സെറ്റിലേക്ക് കൂടിയാണ് പോകുന്നത്. ദാറ്റ് ഈസ് 30 mm ഓഫ്സെറ്റായിട്ടാണ് ഇതിൻ്റെ ആക്സിസ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്വേർഡ് സ്ട്രോക്ക് സൈക്ലോയിഡൽ മോഷനും ഇൻവേർഡ് സ്ട്രോക്ക് യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ മോഷനുമാണ് തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പാണ് cycloidal motion. We have already done simple harmonic motion, UAUR or uniform acceleration and retardation motion, and this is the final model cycloidal motion. ഈ മൂന്നും കൂടാണ്ട് യൂണിഫോം വെലോസിറ്റി മോഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ ഡയറക്റ്റ് വെലോസിറ്റി ചേഞ്ച് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെ ഉണ്ടാവുക. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. അത് നോർമലി ചോദിച്ചും കണ്ടിട്ടില്ല, സിമ്പിൾ ആയതുകൊണ്ട്. ഓക്കെ, ആദ്യം ഗിവൺ ഡാറ്റ എടുത്തെഴുതുക. ഗിവൺ ഡാറ്റ ഒന്ന് സ്ട്രോക്ക് ലെങ്ത് അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയും, ദാറ്റ്സ് 30 mm. മിനിമം റേഡിയസ് ഓഫ് ക്യാം 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 30 ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആക്സിസ് വരക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിൽ ക്രാങ്ക് ആംഗിളും വൈ ആക്സിൽ ലിഫ്റ്റുമാണ് നമ്മൾ പുതിയ കൊടുക്കുക. അതുകൊണ്ട് മാക്സിമം ലിഫ്റ്റ് ദാറ്റ് ഈസ് 30 mm ഹൈറ്റിൽ 120 ഡിഗ്രി വരുന്ന വിധത്തിൽ ഒരു കോളം വരക്കുക. 120 ഡിഗ്രി നമ്മൾ നോർമലി 360 ഡിഗ്രി വരുന്ന വിധത്തിൽ ഒരു ലൈൻ വരക്കണം. 360 ഡിഗ്രി ഈക്വൽ 12 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം ചിത്രങ്ങൾക്ക്. അന്നേരം ഞാൻ അത് വരച്ചു. ഇനിയിപ്പം 120 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി അങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യാം. 120 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി പിന്നെ ലാസ്റ്റ് വരുന്നത് ഡ്വെൽ പീരീഡ് 90 ഡിഗ്രി. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ ഔട്ട്വേർഡ് സ്ട്രോക്കിൻ്റെ 120 ഡിഗ്രീനെ 6 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലൈക്ക് ദിസ്. അതേപോലെ തന്നെ റിട്ടേൺ സ്ട്രോക്കിൻ്റെ 90 ഡിഗ്രിനെയും 6 പാർട്ടായിട്ട് കട്ട് ചെയ്യാം. അന്നേരം നമ്മൾ അത് രണ്ടുമായി. ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട്വേർഡ് സ്ട്രോക്ക് സൈക്ലോയിഡൽ മോഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്ലോയിഡൽ മോഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു സൈക്ലോയിഡലിന് പ്രത്യേകമായിട്ടുള്ള ഒരു സർക്കിൾ വരക്കണം. ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്സ് മാർക്ക് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്നാൽ സൈക്ലോയിഡൽ സർക്കിൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ഒന്നിലും നമ്മൾ ചെയ്തിട്ടില്ല. R is equal to lift or stroke divided by 2π. ഇതിൻ്റെ അകത്താണെങ്കിൽ ലിഫ്റ്റ് തന്നിരിക്കുന്നത് 30 mm ആണ്. അതുകൊണ്ട് 30 ഡിവൈഡഡ് ബൈ 2π ചെയ്താൽ 4.78 mm ആണ് സൈക്ലോയിഡൽ സർക്കിളിൻ്റെ റേഡിയസ്. കൺഫ്യൂഷൻ ആവേണ്ട. സൈക്ലോയിഡൽ സർക്കിൾ എവിടെ വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ് സൈക്ലോയിഡൽ സർക്കിൾ വരക്കേണ്ടത്. അതിൻ്റെ റേഡിയസ് ആണ് 4.78. അതിൻ്റെ ഇക്വേഷനാണ് ലിഫ്റ്റ് ഡിവൈഡഡ് ബൈ 2π. ഇതാ ഞാനിപ്പം 4.78 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു ഹെക്സഗൺ ക്രിയേറ്റ് ചെയ്യാം. ആ ഹെക്സഗൺ നിങ്ങൾക്ക് ഇൻഡ്യൂസ്ഡ് ഹെക്സഗൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഹെക്സഗണ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ
ഈ ഹെക്സഗൺ എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഒരു ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്, മുകളിലത്തെ ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്, താഴത്തെ ലൈൻ ജോയിൻ ചെയ്യുന്നുണ്ട്, മുകളിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ ഈ പോയിന്റിനെ എല്ലാം തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഈ ആക്സിസ് വൈ ആക്സിസ് ഈ ലൈൻസിനെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു പോയിന്റിന് പേര് കൊടുക്കാം. ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റായിട്ട് 1 2 3 4 5 6 അങ്ങനെ ഹെക്സഗൺ മാർക്ക് ചെയ്താൽ 1 2 എന്ന് പറയുന്ന ലൈനിനെ ഈ വെർട്ടിക്കൽ ലൈൻ ഇവിടെ കട്ട് ചെയ്തു, 3നെയും 6നെയും സെൻറ്ററിൽ കട്ട് ചെയ്തു, 4നെയും 5നെയും മുകളിൽ ടോപ്പിൽ കട്ട് ചെയ്തു. അന്നേരം ഇനി ആദ്യം ചെയ്യേണ്ടത് 3 6 ജോയിൻ ചെയ്യുന്ന ഈ സെൻട്രൽ ലൈൻ നീട്ടി അങ്ങത്തോളം വരക്കുക. ഓക്കെ, ഞാനിപ്പം വരച്ചതുപോലെ നീട്ടി വരക്കുക. ഇനി ചെയ്യേണ്ടത് ഇതിന് പാരലായിട്ട്, ഈ നീട്ടി വരച്ച ലൈനിന് പാരലായിട്ട് ഈ 1 2 ലൈനിനെ വെർട്ടിക്കൽ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്നും അതേപോലെ 4 5 എന്നുള്ള പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്നും ഈ ലൈനിന് പാരലായിട്ട് ലൈൻ വരക്കുക. ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. 1 2 എന്ന് പറയുന്ന ലൈനിൻ്റെ പോയിൻ്റ് ജോയിനിങ് പോയിൻറ്റിന് ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തതും 4 5 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ വെർട്ടിക്കൽ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിന് എക്സ്റ്റെൻഡ് ചെയ്തതുമായിട്ടുള്ള ലൈനാണ് ഇത് രണ്ടും തന്നെ ഈ സെൻറ്ററിലെ കൂടി വരച്ച ലൈനിന് പാരലായിരിക്കണം. അതിന് ശേഷം നമുക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. 0 എന്നുള്ള പോയിൻ്റ് അതിന് മുമ്പ് നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ നമ്മൾക്ക് 6 ആയിട്ട് കട്ട് ചെയ്യുക. UR ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. സെൻട്രൽ ലൈനിനെ 6 കഷ്ടാക്കിയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം സെൻട്രൽ ലൈനിൻ്റെ അകത്തുനിന്ന് ഓരോ പോയിൻറ്റ്സിലേക്ക് മാർക്ക് ചെയ്യുക. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതായതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 6-6 ജോയിൻ ചെയ്യുക, 5-5 ജോയിൻ ചെയ്യുക, 3 ജോയിൻ ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങേ അറ്റത്ത് വരും. അതേപോലെ ഇനി ഈ പോയിൻ്റിൽ നിന്ന് ഈ ലാസ്റ്റ് പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2-2 ജോയിൻ ചെയ്യുക, 1 ജോയിൻ ചെയ്യുക, അങ്ങനെ ജോയിൻ ചെയ്യുക. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിൽ പകുതിപ്പണി കഴിഞ്ഞു. ഇനി പോയിൻറ്റ്സ് മാർക്ക് ചെയ്യലാണ്. പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 0 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനിപ്പോൾ ഒരു വ്യത്യാസം വരില്ല. പിന്നെ 1 എന്നുള്ള പോയിൻ്റ് ഇവിടെയുള്ള താഴത്തെ 1 2 എന്നുള്ളതിൻ്റെ സെൻറ്ററിൽ നിന്ന് വരച്ച ലൈനിൽ ആണ് എക്സിസ്റ്റ് ചെയ്യുക. അഥവാ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. 2 എന്നുള്ള പോയിൻറ്റും അതേ ലൈനിൽ എക്സിസ്റ്റ് ചെയ്യുക. കാരണം 1 2 എന്ന് പറയുന്നതിൻ്റെ ഒരു കോമൺ പോയിൻ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്ത ലൈനാണിത്. അതുകൊണ്ട് 2 എന്നുള്ള പോയിൻറ്റും ഇങ്ങനെ കിട്ടും. ഇനി 3 6ൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റിലായിരിക്കും 3 എന്നുള്ള പോയിന്റ് മീറ്റ് ചെയ്യേണ്ടത്. അഥവാ ഈ ലൈനിലാണ് അത് മീറ്റ് ചെയ്യുക. ഇനി 4 5 എന്നുള്ള പോയിൻ്റ് നടുക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലായിരിക്കണം 4 എന്നും 5 എന്നും ലൈൻ മാർക്ക് ചെയ്യേണ്ടത്. അഥവാ ഇങ്ങനെ വരും. ആൻഡ് ഫൈനലി 3 6ൻ്റെ ലൈനിൽ തന്നെയാണ് 6 വരിക. അതായത് നമുക്ക് ഇതിൻ്റെ സൈക്ലോയിഡൽ മോഷൻ കിട്ടി. 0 1 2 3 4 5 6 സെയിം മെത്തേഡിലാണ് കിട്ടിയിരിക്കുന്നത്. അത് വെച്ചിട്ട് കർവ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സൈക്ലോയിഡൽ മോഷൻ വരുമ്പോൾ ഉള്ള ഔട്ട്വേർഡ് സ്ട്രോക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇനി നെക്സ്റ്റ് 60 ഡിഗ്രി ഡ്വെൽ പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് മാർക്ക് ചെയ്യുക. റിട്ടേൺ സ്ട്രോക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. 6ഉം 6 നമ്മളിപ്പം മാർക്ക് ചെയ്തു. അതിന് ശേഷം 5ഉം 5 മാർക്ക് ചെയ്യുക, 4ഉം 4 മാർക്ക് ചെയ്യുക, 3ഉം 3 മാർക്ക് ചെയ്യുക, 2ഉം 2 മാർക്ക് ചെയ്യുക, 1ഉം 1 മാർക്ക് ചെയ്യുക, 0ഉം മാർക്ക് ചെയ്യുക. അതായത് നമുക്ക് റിട്ടേൺ സ്ട്രോക്ക് കിട്ടും. അതേപോലെ തന്നെ ലാസ്റ്റ് ഡ്വെൽ പീരീഡും കിട്ടും. ഇത്രയായാലും നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ക്യാം പ്രൊഫൈൽ വരക്കാൻ തുടങ്ങാം. ക്യാം പ്രൊഫൈൽ വരക്കുന്ന സമയത്ത് ആക്സിസ് വരക്കുക. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറാണ്. അതിൻ്റെ ചിത്രം വരക്കാൻ നൈഫ് എഡ്ജ് ഫോളോവറിന് സിമിലറാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം മിനിമം റേഡിയസ് ഓഫ് സർക്കിൾ വരക്കുക. അതുപോലെ ഓഫ്സെറ്റ് തന്നുകൊണ്ട് ആ ഓഫ്സെറ്റ് റേഡിയസും വരക്കുക. ഓഫ്സെറ്റ് റേഡിയസ് വരച്ചതിന് ശേഷം ഈ വെർട്ടിക്കൽ ആക്സിസിന് പാരലായിട്ട് ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരക്കുക. അതായത് ഇവിടുന്ന് മുതൽ ആ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇങ്ങനെ വരക്കുക. അതിനുശേഷം നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യാം. അഥവാ ഞാൻ ഒരു പോയിൻറ്റും കൂടി ഇടുവാണ്. ഈ പോയിൻ്റ് ജോയിൻ ചെയ്യാം. ഇനിയിപ്പം ഇവിടെ പ്രൊട്ടക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി എടുക്കുക. 120 ഡിഗ്രീനെ 6 കട്ട് ചെയ്യുന്നതാണിത്. 120 ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു ആംഗിളിൽ വ്യത്യാസം ഉണ്ടാവാം, ഞാൻ ചിത്രം വരക്കുന്നതല്ല, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു 60 ഡിഗ്രിയും കൂടി എടുക്കുക. 60 ഡിഗ്രി എടുക്കുമ്പോൾ ലൈൻ ഏകദേശം ഇവിടെ വരും. ദാറ്റ് വിൽ ബി ഇനി 90 ഡിഗ്രി റിട്ടേൺ സ്ട്രോക്കും അതിൻ്റെ അന്ന് അതേപോലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്യുക 6 അതായത് നമുക്കിപ്പോൾ 0 1 2 3 4 5 6 വരെയായി.
ഇപ്പോൾ സൈഡിലാണെങ്കിൽ 6 5 4 3 2 1 0 വരെയായി. റിട്ടേൺ സ്ട്രോക്കും കംപ്ലീറ്റ് ആയി. അതിനുശേഷം എല്ലാ പോയിൻറ്സും ആ സർക്കിളിൽ വരുന്ന വിധത്തിൽ മാർക്ക് ചെയ്യാം. നമ്മൾ ഓഫ്സെറ്റിൻ്റെ പ്രോബ്ലം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡാണ് ഏത് മോഡൽ വന്നു കഴിഞ്ഞാലും. അതൊന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം നടുക്കത്തെ ലൈൻ ഇപ്പം നമ്മൾ ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് നോട്ടിൽ വരക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേർത്ത ലൈനായിരിക്കണം ഇതുവരെ വരക്കുന്നത്. ഇനി അങ്ങോട്ടേക്കാണ് കുറച്ച് ഷാർപ്പായിട്ടല്ലായിരിക്കും ക്ലിയർ ആയിട്ട് കാണുന്ന ലൈൻസ് വരക്കേണ്ടത്. അഥവാ 1 എന്നുള്ള ഈ പോയിൻ്റിൽ നിന്ന് ഈ ഓഫ്സെറ്റ് സർക്കിളിന് ഒരു ടാൻജൻറ്റ് വരക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെ 2 ടാൻജൻറ്റ് വരക്കുക, 3 ടാൻജൻറ്റ് വരക്കുക, 4 ടാൻജൻറ്റ് വരക്കുക, 5 വരക്കുക, 6 വരക്കുക. അതേ ഡയറക്ഷനിൽ തന്നെ ഇപ്പുറം സൈഡിൽ ഡെൽ പീരീഡിൻ്റെ ടൈമിൽ 6 വരക്കുക, 5 വരക്കുക, 4 വരക്കുക, 3 2 1 0 എല്ലാ പോയിന്റിലേക്കും അങ്ങനെ വരക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക ടാൻജൻറ്റ്. അതിനുശേഷം ഇവിടുന്ന് താഴത്തെ പോയിന്റിൽ നിന്ന് 1 ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്യുക, 2 ഹൈറ്റ് മാർക്ക് ചെയ്യുക, 3 ഹൈറ്റ് മാർക്ക് ചെയ്യുക, 4 അങ്ങനെ എല്ലാ പോയിൻറ്റ്സും കണ്ടിന്യൂസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെ 6 വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആദ്യത്തെ സൈഡ് അഥവാ ഔട്ട്വേർഡ് സ്ട്രോക്കിൻ്റെ ക്യാം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നത്തേത് ഒരു ഡ്വെൽ പീരീഡാണ്. ആ ഡ്വെൽ പീരീഡ് അതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം 5 4 എല്ലാം തന്നെ ഈ സൈഡിൽ മെഷർ ചെയ്യുക. ഇവിടുന്ന് 5 പോയിൻ്റ്, ഇവിടുന്ന് 4 പോയിൻ്റ്, ഇവിടുന്ന് 3 ഇവിടുന്ന് 2 ഇവിടുന്ന് 1 ഫൈനലി 0 എത്തുന്നവരെ മാർക്ക് ചെയ്യുക. റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ക്യാം പ്രൊഫൈലും കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഒരു സൈക്ലോയിഡൽ മോഷൻ വെച്ചിട്ടുള്ള ഒരു ഔട്ട്വേർഡ് സ്ട്രോക്കും യൂണിഫോം ആക്സലറേഷൻ റിട്ടാർഡേഷൻ സ്ട്രോക്ക് വെച്ചിട്ടുള്ള ഒരു ഔട്ട്വേർഡ് സ്ട്രോക്കും വെച്ചിട്ടുള്ളതും ഓഫ്സെറ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ക്യാമിൻ്റെ പ്രൊഫൈൽ. പിന്നെ നമ്മൾ നേരത്തെ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ മുകളിലൊരു നൈഫ് എഡ്ജ് ഫോളോവറോ അല്ലെങ്കിൽ റോളർ ഫോളോവർ വരക്കലാണ്. ഇൻ ദിസ് കേസ് വി ആർ ഡ്രോയിങ് എ ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാം പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി. താങ്ക് യു.